വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബർണാം തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ. വെസ്റ്റ് ബാങ്കിലെ തന്ത്രപ്രധാനമായ E1 മേഖലയിലേക്ക് അധിനിവേശം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ കുടിയേറ്റ പദ്ധതിക്കെതിരെയുള്ള മറുപടിയായാണ് ബ്രിട്ടൻ ഈ കടുത്ത നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്നാൽ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിലെ തന്നെ ഇസ്രായേൽ അനുകൂല വിഭാഗങ്ങളിൽ നിന്നും ഇതിനെതിരെ കടുത്ത എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. ഇതിനൊപ്പം ഇസ്രായേൽ സർക്കാരിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാർക്കും ചില അതിക്രമകാരികളായ കുടിയേറ്റക്കാർക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്താനും ബ്രിട്ടൻ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ ഇസ്രായേലി ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ, ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് എന്നിവർക്ക് ബ്രിട്ടനിൽ പ്രവേശന വിലക്കും ഉപരോധവുമുണ്ട്. E1 മേഖലയിലേക്ക് അധിനിവേശ വിപുലീകരണം അംഗീകരിക്കാനാകാത്തതും വിനാശകരവുമാണെന്ന് ബ്രിട്ടൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അനധികൃത അധിനിവേശത്തിന് പിന്തുണ നൽകുന്നവർക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ തയ്യാറാക്കുകയാണെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി എഡ് മിലിബാൻഡ് മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഈ പദ്ധതി പ്രധാന പലസ്തീൻ നഗരങ്ങൾ തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി വേർപ്പെടുത്തുന്നതാണ്. ഇത് ഭാവിയിൽ ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് അന്താരാഷ്ട്ര സമൂഹം ഭയപ്പെടുന്നുണ്ട്. വർഷങ്ങളായി കടുത്ത അന്താരാഷ്ട്ര എതിർപ്പിനെ തുടർന്ന് മരവിപ്പിച്ചിരുന്ന ഈ പദ്ധതിക്ക് അടുത്തിടെയാണ് ഇസ്രായേൽ സർക്കാർ വീണ്ടും അംഗീകാരം നൽകിയതും 1000-ലധികം വസതികൾ നിർമ്മിക്കാനുള്ള ടെൻഡറുകൾ ക്ഷണിച്ചതും. കഴിഞ്ഞ ജൂലൈ 20-ന് അധികാരം ഏറ്റെടുത്ത ആന്റി ബർണാം മുൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറേക്കാൾ കടുത്ത നിലപാടാണ് ഇസ്രായേലിനോട് സ്വീകരിക്കുന്നത്. ആയുധ കയറ്റുമതിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതും അധിനിവിഷ്ട മേഖലകൾക്കെതിരെയുള്ള നടപടികളും തന്റെ മുൻഗണനയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നിലവിൽ അയർലാൻഡ്, ബെൽജിയം, സ്പെയിൻ, നെതർലാൻഡ് എന്നീ രാജ്യങ്ങൾ അധിനിവിഷ്ട പ്രദേശങ്ങളുമായുള്ള വ്യാപാരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടനിൽ ഇത്തരമൊരു നിയമം പ്രായോഗികമായി നടപ്പിലാക്കുക പ്രയാസകരമായിരിക്കുമെന്ന് ചില ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ലേബർ പാർട്ടിയിലെ ഇസ്രായേൽ അനുകൂല ഗ്രൂപ്പായ ലേബർ ഫ്രണ്ട്സ് ഓഫ് ഇസ്രായേൽ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ മേഖലകൾ കേന്ദ്രീകരിച്ച് ബാങ്ക്, ഹപ്പോളിയും തേവ തുടങ്ങിയ വൻകിട ഇസ്രായേലി കമ്പനികളും വിനോദസഞ്ചാര മേഖലയും പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ ഈ നിരോധനം ഫലത്തിൽ ഇസ്രായേലിനെ ഒന്നാകെ ബഹിഷ്കരിക്കുന്നതിന് തുല്യമായി മാറുമെന്നും ഇത് UK-യിലെ ജൂത സമൂഹത്തിനിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും അവർ വാദിക്കുന്നു. എന്നാൽ ഇതിനകം തന്നെ 140ഓളം ലേബർ പാർട്ടി MP-മാർ ഈ നിരോധനത്തെ പിന്തുണച്ച് കത്തിലൊപ്പിട്ടിട്ടുണ്ട്. സെപ്റ്റംബറിൽ നടക്കുന്ന ലേബർ പാർട്ടിയുടെ വാർഷിക സമ്മേളനത്തിൽ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടുമെന്നാണ് കരുതുന്നത്. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതികൾ പുരോഗമിക്കുന്നതിനിടെ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവുമായി UN പ്രതിനിധി രംഗത്ത്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ അപലപിച്ച് ബോർഡ് ഓഫ് പീസ് ഹൈ റെപ്രസെന്റേറ്റീവ് നിക്കോളൈ മ്ലാദനോവ് അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ തള്ളിയാൽ മറ്റൊരു യുദ്ധമായിരിക്കും ഫലമെന്നും മുന്നറിയിപ്പ് നൽകി. ട്രംപ് മുന്നോട്ട് വെച്ച 20 സമാധാന പദ്ധതികൾ എങ്ങുമെത്താതെ നിൽക്കുകയല്ലെന്നും ചർച്ചാമേശയിൽ നിന്ന് അത് പ്രായോഗിക തലത്തിലേക്ക് മാറിയിട്ടുണ്ടെന്നും UN രക്ഷാസമിതിയെ മ്ലാദനോവ് അറിയിച്ചു. സമാധാന പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥയായ ആയുധം താഴെ വെക്കാൻ സായുധ സംഘമായ ഹമാസ് ഇതിനകം സമ്മതിച്ചിട്ടുണ്ട്. ഗാസയുടെ ഭരണം സിവിലിയൻ സർക്കാരിന് കൈമാറാനും അവർ തയ്യാറാണ്. എന്നാൽ കഴിഞ്ഞ ഒക്ടോബറിലെ വെടിനിർത്തലിന് ശേഷവും ഇസ്രായേൽ ഗാസയിലെ ആക്രമണം തുടരുകയാണ്. കൊല്ലപ്പെടുന്ന പലസ്തീനികളുടെ എണ്ണം കുറവാണെങ്കിലും സംഘർഷം അവസാനിക്കുന്നില്ലെന്ന തോന്നലാണ് ഗാസയിലെ ജനങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.